ഫിൽറ്ററുള്ളതിന് ഗുണമല്ല കൂടുതൽ, ദോഷമാണ്. ശേഷമായിരിക്കും ചിമ്മിനി ഓൺ ആക്കുക. അങ്ങനെയല്ല. ഇല്ല ഇല്ല. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ, പ്ലാൻ ചെയ്യുന്നവരും വീട് പണിതുകൊണ്ടിരിക്കുന്നവരും ഇനി പണിത് കഴിഞ്ഞവരുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചിമ്മിനികൾ എന്നത്. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ചിമ്മിനി എന്താണ്, എന്തിനുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചിമ്മിനികളെക്കുറിച്ചും അതിൻ്റെ മറ്റു ഉപയോഗങ്ങൾ, മറ്റുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തൃശ്ശൂരുള്ള കുച്ചിന എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ, അതായത് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും സെയിൽസും സർവീസും ലഭ്യമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു ചിമ്മിനി, ഹോബ്സ് ഇതൊക്കെ പുറത്തിറക്കുന്ന ബ്രാൻഡാണ് കുച്ചിന. അവരുടെ ഒരു ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഉത്തരം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഹരിതയുണ്ട്. ഹരിതയോട് തന്നെ ചോദിക്കാം, ഈ ചിമ്മിനി ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താ, എന്തിനത് ഉപയോഗിക്കുന്നത്? ഒരു വീടാവുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അവിടെ പാചകം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചൂട്, ഓയില്, സ്മെല്ല്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് എയർ തരാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ചിമ്മിനി എന്ന് പറയുന്നത് കേട്ടാ. ഈ ചിമ്മിനികൾ എത്ര ടൈപ്പ് ഉണ്ട്? 2 മോഡൽ ചിമ്മിനികളാണ് നമുക്ക് വരിക. ഫിൽറ്റർ ഉള്ള ടൈപ്പും ഇപ്പൊ ഓട്ടോ ക്ലീനിങ് ടൈപ്പും. ഫിൽറ്റർ ഉള്ളതിന് ഗുണമല്ല കൂടുതൽ, ദോഷമാണ്. നമുക്ക് ആദ്യം നോക്കുമ്പോൾ അതിന്റെ വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതിന്റെ പ്രവർത്തനം നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് നടക്കില്ല, കാരണം അതിന്റെ സെക്ഷൻ പവർ ഒക്കെ കുറയും. ഫിൽറ്റർ ഉള്ളതുകൊണ്ട് അവിടെ ബ്ലോക്ക് ആയിട്ടിരിക്കും. ഇതാണ് ഓട്ടോ ക്ലീനിങ് എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ ഓപ്പൺ ആണ്, ഇത് ഗ്രില്ലാണ്. അപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ഇതിന്റെ പുകം കാര്യങ്ങളൊക്കെ സ്പീഡിൽ വലിച്ചെടുത്തോളും. ഫിൽറ്റർ ആകുമ്പോൾ ഇവിടെ ബ്ലോക്ക് ആണ്, പതുക്കെ അതിന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. 2005 വരെ നമുക്ക് ഫിൽറ്റർ ഉള്ള ചിമ്മിനീസ് ആയിരുന്നു കേട്ടോ കൂടുതൽ. അതിനുശേഷം 2005 തൊട്ട് നമുക്ക് ഓട്ടോ ക്ലീനിങ് എന്ന് പറഞ്ഞ വേഷം കൊണ്ടുവന്നത് ആദ്യം നമ്മുടെ ബ്രാൻഡായ കുച്ചിനിയാണ് കേട്ടോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഇന്റലിജന്റ് ഓട്ടോ ക്ലീൻ വരുന്ന ചിമ്മിനീസ് ആണ് കേട്ടോ. ഓട്ടോ ക്ലീനും ഓട്ടോ ക്ലീനും ഇതെന്താ തമ്മിലുള്ള വ്യത്യാസം ശരിക്കും? ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതില് ഓട്ടോ ക്ലീനിന്റെ ടൈം ആകുമ്പോൾ, അതായത് നമുക്ക് ക്ലീൻ ചെയ്യുന്ന ടൈം ആകുമ്പോൾ നമ്മളത് സ്വിച്ച് ബട്ടൺ ചെയ്ത് കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് അത് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. അതിന്റെ ടൈം ആകുമ്പോൾ ചിമ്മിന് തന്നെ സെൻസ് ചെയ്തിട്ട് അതിന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോളും. നമ്മൾ ഈ ഒരു ട്രേ മാത്രം ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഓട്ടോ ക്ലീനും ഓട്ടോ ക്ലീനും മനസ്സിലായി. പക്ഷെ ഇവിടെ ഇപ്പൊ ഇതുപോലെ പലതരത്തില് പല ഡിസൈനിലൊക്കെ ഇരിക്കുന്ന കുറെ മോഡലുകളുണ്ട്. എത്ര മോഡലുണ്ട്? പൊതുവെ നമുക്ക് 3 മോഡലാണ് വരുന്നത്. ഇതൊരു മോഡലാണ് ടി എന്നാണ് പറയാ, കണ്ടംപററി മോഡൽ എന്നൊക്കെ പറയും. ഇതിന്റെ എല്ലാ വശവും ഫ്ലാറ്റ് ആയിരിക്കും കേട്ടോ. അത് മൊത്തത്തില് 90 സൈസ്. ഇത് മറ്റൊരു മോഡൽ കർവ് എന്ന് പറയും. ഇത് ഇങ്ങനെ ക്ലാസ് വളഞ്ഞതാണ്, അതിനാണ് കർവ് എന്ന് പറയാ. ഇത് ഏറ്റവും കൂടുതൽ എല്ലാവരും കണ്ടുവരുന്നത് ഇങ്ങനത്തെ ഒരു മോഡലായിരിക്കും. ഇത് മറ്റൊരു മോഡലാണ് കേട്ടോ, ചരിഞ്ഞ മോഡൽ എന്നാണ് പറയാ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, പ്രീമിയം മോഡൽ ട്ടാ. അപ്പൊ ഈ ഒരു മോഡലുകൾ തമ്മിൽ എന്താ വ്യത്യാസം? ഈ കർവ്ഡും ഈ ചരിഞ്ഞിരിക്കണ തമ്മിൽ ഇത് കുറച്ചും കൂടി ഫ്രീ അല്ലേ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ഇത് ഫ്രീ തന്നെയാണ്, എങ്കിലും ചില ആൾക്കാർ പറയും തട്ടുവോന്ന്. പക്ഷെ തട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ 3 മോഡൽ കണ്ടില്ലേ, ഇനി 3 മോഡൽ നമുക്ക് 3 സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. 2 അടി, 2.5 അടി, 3 അടി, അങ്ങനെ 3 സൈസിൽ. ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? 2-3 കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. ചില ആൾക്കാര് പാചകം ചെയ്ത് മണം വന്ന ശേഷമായിരിക്കും ചിമ്മിനി ഓൺ ആക്കുക. അങ്ങനെയല്ല, നമ്മൾ പാചകം ചെയ്യാൻ വരുമ്പോ ഒരു മിനിമം ഒരു 3 മിനിറ്റ് മുമ്പെങ്കിലും ഇത് ഓൺ ചെയ്യണം. ശേഷം പാചകത്തിന് ശേഷം ഒരു 3 മിനിറ്റിന് ശേഷം ഇത് ഓഫ് ആക്കിയാൽ മതി. എന്നാലും അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ജനാല തുറന്നിട്ടിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഈ കാറ്റടിച്ചിട്ട് നമുക്ക് ഈ മൊത്തം പരക്കും മണം. അതെ, അപ്പൊ ജനാല അടച്ച് അത് ഉപയോഗിക്കാം. അപ്പൊ വേറെ ഇപ്പൊ നമ്മളിങ്ങനെ നേരത്തെ ഓണാക്കിയെന്ന് പറയുമ്പോ വൈദ്യുതി ചാർജ് എത്ര മാത്രം എടുക്കും? അതിന് മാത്രമൊന്നുമില്ല, 4 മണിക്കൂറിന് 1 യൂണിറ്റ് അത്രേ വരുള്ളൂ. ഇല്ല, 1 മണിക്കൂറൊക്കെ അല്ലേ മാക്സിമം. പിന്നെ 3ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യിക്കാം. നമ്മൾ ആദ്യത്തെ 1 വർഷം 2 ഫ്രീ സർവീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മള് മാത്രമാണ് 1 ഇയറിൽ 2 ഫ്രീ സർവീസ് ചെയ്യിപ്പിക്കുന്നത്. ഇല്ല ഇല്ല. വാങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോബിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും ചെറുതാവരുത് നമ്മൾ എടുക്കുന്ന ചിമ്മിനി. ഹോബിന്റെ സൈസോ അല്ലെങ്കിൽ ഹോബിന്റെ സൈസിനെക്കാളും വലിയ ചിമ്മിനി എടുക്കണം കേട്ടോ. എന്നാലും അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ സ്പ്രെഡ് ആയി പോകും. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ, ഇതിപ്പോ 78ന്റെ
ഹോബാണ്. അപ്പൊ ഇത് ഒരു 60-ന്റെ ചിമ്മിനിയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്പ്രെഡായി പുറത്തോട്ട് പോകും. അപ്പൊ ഇതിന്റെ ഇത് ഓൺ ആക്കി വെക്കും, ഇതിന്റെ കാര്യങ്ങൾ നടക്കില്ല. ഇപ്പൊ 78-ന്റെ ഹോബാണെങ്കിൽ ഒരു 75-എങ്കിലും വേണം ചിമ്മിനി. ഇതുമ്പോ കറക്റ്റ് ആയിട്ട് കവർ ചെയ്ത് കിട്ടും. 75 അല്ലെങ്കിൽ 90 ആയാലും നന്നായിട്ട് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൻ പവർ ആണ് കേട്ടാ. നമ്മളൊരു ചിമ്മിനി സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു 1000-ന് മുകളിൽ സെക്ഷൻ പവർ ഉള്ള ചിമ്മിനി എപ്പോഴും തെരഞ്ഞെടുക്കാൻ നല്ലത്. നമുക്കിപ്പോൾ കുച്ചിനിക്ക് 1000 തൊട്ട് 1600 സെക്ഷൻ പവർ ഉള്ള ചിമ്മിനി വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിന്റെ വാറണ്ടി, അതിന്റെ സർവീസ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ കുച്ചിനിക്ക് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്. നമ്മുടെ കുച്ചിനയുടെ ചിമ്മിനിക്ക് മോട്ടോർ വാറണ്ടി എന്ന് പറയുന്നത് 9 വർഷമാണ് കേട്ടോ. അതേപോലെ ഓൾ വാറണ്ടി 1 ഇയർ ആണ്. ഇനി നമ്മൾ അത് കുറച്ചും കൂടി നമ്മുടെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ഹെൽപ്പ് ആക്കാൻ വേണ്ടിയിട്ട് 5 വർഷത്തെ വാറണ്ടിയാണ് നമ്മൾ ഫുൾ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ മോട്ടോർ വാറണ്ടി 9 വർഷവും എല്ലാം മൊത്തത്തില് 5 ഇയർ ആണ് കേട്ടോ. അതെ, നോ ടെൻഷൻ. എളുപ്പത്തിൽ ഉപയോഗിക്കാം. നമുക്കിതിപ്പോ ടച്ച് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഈ കൈകൾ നമുക്ക് ചലിപ്പിച്ച് ഇത് ഉപയോഗിക്കാം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. 3 സ്പീഡാണ് വരിക. പിന്നെ ലൈറ്റും വരുന്നുണ്ട്, ഓട്ടോ ക്ലീനിങ്ങിന് ഒരു സ്വിച്ചും വരുന്നുണ്ട് കേട്ടോ. ഇത് ഓൺ ഓഫിന്റെ ഒരു സ്വിച്ച് ആണ് കേട്ടോ. നമുക്കപ്പോ ആദ്യം വേവില് നോക്കാം. അടാ, ഇതിപ്പോ ഫസ്റ്റത്തെ ഒരു സ്പീഡിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് 3 സ്പീഡ് ഉണ്ട്. ഇതേപോലെ ഒന്നും കൂടി കാണിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ സ്പീഡിലേക്ക് പോയി, 3ാമത്തെ സ്പീഡിലേക്ക് പോയി കേട്ടാ. ഇനിയിപ്പോ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോ അടാ ഇതൊന്ന് ബ്ലിങ്കും. ഇത് ഞാൻ ഓഫ് ആക്കാൻ വേണ്ടിട്ട് തയ്യാറെടുത്തു. അതേപോലെ വേണ്ട ഓഫായി. ഇത് വളരെ സിമ്പിൾ. അതേപോലെ തന്നെ നമുക്ക് ടച്ചും ഉപയോഗിക്കാം, ഇതേപോലെ തന്നെ. ഇല്ല ഇല്ല, നമുക്ക് ഇതാണ് നമുക്ക് സ്റ്റോറേജ്. ഇത് മാത്രം എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്താൽ മതി. ഇത് എളുപ്പമാണ് എടുത്ത് കാണിക്കാൻ. ഇത് മാത്രം മന്ത്ലിയോ 2 മന്തോ അല്ല 2 വീക്കൊക്കെ വരുമ്പോ അതൊന്ന് ക്ലീൻ ചെയ്യാം. അതെ, ഇത് നമ്മുടെ ലേറ്റസ്റ്റ് മോഡലായ ചിമ്മിനിയാണ് കേട്ടോ. BLDC മോട്ടറാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 4 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 യൂണിറ്റേ വരുള്ളൂ എന്ന്. ഇത് അതിന് താഴെ വരുള്ളൂ. BLDC എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ 8 സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇതിന്റെ ഓപ്പണിങ് വരിക, ഇതിൽ കൂടെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. ഡിജിറ്റൽ ആണ് ഇതിന്റെ ഡിസ്പ്ലേ കേട്ടാ. 8 സ്പീഡ് വരുന്നുണ്ട്, ടൈമർ വരുന്നുണ്ട് കേട്ടോ. കോപ്പർ, നമ്മുടെ എല്ലാം കോപ്പർ ആണ് കേട്ടോ. 100% കോപ്പർ. നമുക്ക് ബ്രീസ എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് 15 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നെക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിന് 19,000 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമുക്കൊരു 15,000 തൊട്ട് ഒരു 60,000 വരെയുള്ള ചിമ്മിനികൾ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് അടിപൊളി ഓഫറുകളൊക്കെ ഓണത്തിന് വരുന്നുണ്ട്, ഗിഫ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അല്ല, വ്യത്യാസമുണ്ട്. റേറ്റ് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. ചിമ്മിനിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ചിമ്മിനി വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ധാരാളം മനസ്സിലാക്കി, അവർ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഇവർക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഇത് കൂടാതെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഓവനുകളുണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്. ഇത് കൂടാതെ കിച്ചൺ സ്മോൾ അപ്ലയൻസ് എന്നുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റുകളും ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ ഇവർ ഫേമസ് ആയിട്ടിരിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റും തന്നെ കിച്ചൺ ഹോബുകളാണ്. ജസ്റ്റ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഗ്യാസ് സ്റ്റോവ് ഉപയോഗിക്കാറുണ്ട്, അതായത് കുക്ക് ടോപ്പുകൾ. ഇപ്പോൾ ഈ കാണുന്നത് ഒരു കുക്ക് ടോപ്പാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കിച്ചൺ ഹോബ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രീമിയം ലുക്കൊക്കെ തോന്നും. ഇത് കുച്ചിനയുടെ ഒരു പ്രൊഡക്റ്റാണ്. എന്നാൽ ഇതായിരിക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാവുന്ന ഇവരുടെ നിരവധി ഹോബ് മോഡലുകൾ. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ഹോബുകൾ നമ്മുടെ സാധാരണ വീടുകളിൽ ഉപയോഗിക്കില്ല. കുറച്ചും കൂടി അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരൊക്കെയാണ് ഇത് ഉപയോഗിക്കാറ്. ഇത് എന്തിന് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിലുള്ള കുക്ക് ടോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഗ്യാസ് അത് ഒരു ഫ്ലെയിം വരുന്നതിന് മുമ്പ് ഓക്സിജനായിട്ട് യോജിക്കുന്ന സമയത്ത് അത് ശരിക്കും പുറത്തായിട്ടാണ് കത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനേക്കാൾ സേഫ്റ്റി, അതായത് ഫുള്ളായിട്ട് ഒരു സീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നറിനുള്ളിലാണ് ഇവിടെ ഹോബിനുള്ളത് കത്തിയിട്ട് ഫ്ലെയിം വരുന്നത്. അപ്പോൾ നമുക്ക് സേഫ്റ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുറം രാജ്യങ്ങളിലൊക്കെ കുക്ക് ടോപ്പുകൾ ഉപയോഗിക്കാറില്ല, എല്ലാവരും കൂടുതലും ഹോബുകളാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു സേഫ്റ്റി ഇതുകൊണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു കിച്ചൻ്റെ ഭാഗത്തൊക്കെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഇറക്കി വെക്കാമെന്നുള്ള ആ ഒരു ഇതുകൊണ്ടും നമ്മൾ ഹോബുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതാണ് ഹോബിൻ്റെ ഒരു പ്രധാന ഗുണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുച്ചിനയുടെ തന്നെ വിവിധ തരത്തിലുള്ള പല ഡിസൈനിൽ പല സ്റ്റൈലിലുള്ള ഹോബുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഹരിതയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഇതിൽ പല രീതിയിലുള്ള പല മോഡലുകൾ, അതിൻ്റെ ആ ഒരു ബർണർ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഹരിത എടുത്ത് തന്നെ നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഹോബുകളിൽ തന്നെ ഇന്ത്യൻ ബർണറും വരുന്നുണ്ട്,
യൂറോപ്യൻ ബർണറും വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ ബർണറിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ എല്ലാവരും കാണുന്ന പോലെ തന്നെ ഇതിന്റെ 2 ലെയറിലായിരിക്കും ഫ്ലെയിം. ഇത് യൂറോപ്യൻ ബർണറിൽ 3 ലെയറിൽ ആണ് ഫ്ലെയിം വരിക. ഇതിന്റെ മുകൾ വശം ബ്രാസ് ആയിരിക്കും, താഴെ അലോയ് ആയിരിക്കും കേട്ടോ. യൂറോപ്യൻ ബർണറിൽ പിന്നത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്രാസ് ആയിരിക്കും, അതായത് മുകൾ വശം ബ്രാസും താഴെയും ബ്രാസ് ആയിരിക്കും. ഇതിൽ തന്നെ നമുക്കൊരു വെറൈറ്റി വരുന്നുണ്ട്, FFD ഡിവൈസ് വരുന്ന ഒരു ഐറ്റം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തിളച്ചു മറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഫ്ലെയിം കട്ട് ഓഫ് ആവണതിന്റെ കൂട്ടത്തിൽ ഗ്യാസും കട്ട് ഓഫ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കണ്ട ഒരു വീഡിയോ വെച്ചിട്ട് നമുക്കൊരു പുതിയതായിട്ടൊരു വീട് പണിയുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വീട് പണിത് കഴിഞ്ഞവർക്ക് ഒക്കെ തന്നെ വീട്ടിൽ എന്തിന് ഒരു ചിമ്മിണി വയ്ക്കണം എന്നുള്ളൊരു ഇൻഫർമേഷൻ, അതിൽ വച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് കരുതുന്നു. നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കുച്ചിന എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിന് അടുത്തുള്ള അവരുടെ ഡിസ്പ്ലേ ഷോറൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കേരളത്തിൽ എവിടെ ചെന്ന്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഇതുപോലെ കുച്ചിനയുടെ ഇതുപോലെ ഷോറൂമുകൾ, അതുപോലെ അവരുടെ ബാക്കിയുള്ള ബ്രാഞ്ചുകളൊക്കെ കാണാൻ സാധിക്കും. അവിടെയൊക്കെ തന്നെ നമുക്ക് എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ലഭ്യമാണ്. അവരുടെ സർവീസും ഇന്ത്യയിൽ എല്ലായിടത്തും ലഭ്യമാണ്. അപ്പോൾ ഏകദേശം ഒരു 20 വർഷത്തിൽ പരമായിട്ട് പ്രൊഡക്റ്റുകൾ പുറത്തിറക്കുന്ന ഒരു കമ്പനിയാണ് കുച്ചിന എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്ന് വരുന്നു. എന്തായാലും ഇത്രയും വിവരങ്ങൾ തന്ന ഹരിതയ്ക്ക് താങ്ക്സ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.